നിനക്ക് അതാണോ വലുത് അതോ ദൈവമാണോ വലുത്? ദൈവത്തെക്കാൾ മറ്റെന്തിനെങ്കിലും സ്ഥാനം കൽപ്പിച്ചാൽ അത് വിഗ്രഹാരാധനയായി മാറും. ദൈവത്തെക്കാൾ എന്തിനെങ്കിലും സ്ഥാനം കൽപ്പിച്ചാൽ അത് വിഗ്രഹാരാധനയായി മാറും. എല്ലാവർക്കും സ്വാഗതം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മൾ ഈ പാച്ചർമാർക്കെതിരെയുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പാച്ചർ കുഞ്ഞുങ്ങൾക്ക് നിലനിൽപ്പില്ലാതെയായി മാറി. എൻ്റെ വീഡിയോ നല്ല രീതിയിൽ തന്നെ യുവമാർക്ക് കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ചാനലിൽ ഈ പാച്ചർമാര് സ്ട്രൈക്ക് തന്നു തുടങ്ങി. ഇത് പറയുന്നതിന് മുമ്പ് ഈ പൊട്ട വിശ്വാസികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ചിലവന്മാരൊക്കെ കമന്റ് ഇട്ടിരുന്നല്ലോ, ഈ പാച്ചർമാരെ ഒന്നും പറയല്ലേ, അവരോട് പറയുന്നത് ദൈവം നോക്കിക്കോളും, അവർക്കെതിരെ നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് മെഴുകിയിരുന്ന കുറെ ആൾക്കാരല്ലേ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പാച്ചർ ഞാൻ ഈ ഒരു കാര്യം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരെ ചൂണ്ടിക്കാണിച്ച സമയത്ത് അവർ എന്തുകൊണ്ട് എൻ്റെ വായടപ്പിക്കാനായിട്ട് നോക്കുന്നു? അതിന്റെ അർത്ഥം എന്താണ്? സത്യമാണ് ഞങ്ങൾ പറയുന്നത്. എന്നെ പോലുള്ള കുറച്ച് പേരുണ്ട്, i2i അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്താണ് പറയുന്നത്? സത്യമാണ് പറയുന്നത്. ഇങ്ങനെ സത്യം പറയുന്നത് കാണുമ്പോൾ അവർക്ക് അങ്ങ് ഇരിപ്പുറയ്ക്കാതെ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കും. ആ അറിയുന്നത് ഇവന്മാർക്ക് നല്ല രീതിയിൽ തന്നെ കൊള്ളുന്നുണ്ട്. ആ കൊള്ളുന്ന കാരണം കൊണ്ടാണ് എൻ്റെ ചാനലിൽ അവന്മാരെ സ്ട്രൈക്ക് അടിച്ചത്. ഏത് വീഡിയോയ്ക്കാണെന്നൂടെ പറഞ്ഞു തരാം. ഏതാണെന്നറിയാമോ? പാച്ചർ, ഒളിച്ചോടിയ പാച്ചർ ബദേൽ. ഞാൻ കാണിച്ചു തരാം അടിച്ചത്. ബദേൽ AG ചർച്ചുകാരാണ് അടിച്ചിരിക്കുന്നത്. ഏത്? നമ്മുടെ ബാംഗ്ലൂർ അപ്പച്ചന്റെ ടീമുകൾ. ബാംഗ്ലൂർ അപ്പച്ചന് കൊണ്ടു പാച്ചർ, ഒളിച്ചോടിയ പാച്ചർ എന്ന് മകൻ പറഞ്ഞത് കാര്യം മകൻ പറഞ്ഞില്ലായിരുന്നോ? അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പാസ്റ്റർമാരുടെ ഭാര്യമാര് പോകുമെന്ന് ആ പറഞ്ഞ വീഡിയോയ്ക്കാണ് എനിക്ക് സ്ട്രൈക്ക് അടിച്ചത്. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് ഹാസ്യ രൂപത്തിലൊക്കെയാണ് ഇടുന്നത്. കാരണം ഇവന്മാർക്ക് നല്ല കൊട്ടു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. കാരണം വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവന്മാർ ദിനം പ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഏതാണ്ട് താമസിക്കാതെ എൻ്റെ ഈ ചാനലിൽ പോകുമായിരിക്കും. പോയാലും ഞാൻ പറയുകയാണ്, ഞാനൊരു ബാക്കപ്പ് ചാനൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിരിക്കും. കാരണം ഞാൻ ഇതുവരെയും പറഞ്ഞത് ഓരോ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇവർ കൊണ്ടുപോയി ഇരട്ടി നരകത്തിന് തുല്യരാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത്. ഈ പറയുന്ന ബദേലിലെ അപ്പച്ചൻ, ഈ അപ്പച്ചൻ തന്നെ പറഞ്ഞു, ഞാൻ മുമ്പ് ആദ്യം കേൾപ്പിച്ചില്ലേ, ദൈവത്തെക്കാട്ടിലും നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നോ അത് വിഗ്രഹാരാധനയാണെന്ന്. ഈ പറയുന്ന ഈ അപ്പച്ചൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് 5 മെഷീൻ ഉണ്ടെന്ന്. എനിക്ക് നോട്ടെണ്ണാൻ. എന്ത് നോട്ടെണ്ണാൻ? നിങ്ങൾ കൊടുക്കുന്ന സ്വോത്ര കാഴ്ചകൾ എണ്ണി തീർക്കാൻ 5 മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞത് ഈ അപ്പച്ചൻ തന്നെയാണ്. അല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും പുള്ളിക്കാരന് പിച്ചക്കാശാന്ന് പറഞ്ഞു. പിച്ചക്കാശ്. അതും നിങ്ങൾ കൊടുക്കുന്ന ഈ ചെളി പിടിച്ച നോട്ടുകളൊന്നും പുള്ളിക്ക് വേണ്ട. പുള്ളിക്ക് എന്ത് വേണം? ബാങ്കിൽ പോയിട്ട് നിങ്ങൾ നല്ല നോട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് വേണം പുള്ളിക്കാരന് സ്വോത്രകാഴ്ചയായിട്ട് ഇട്ട് കൊടുക്കാൻ. പുള്ളിക്കാരന്റെ മകൻ പറഞ്ഞു, ജപ്പാനില് നല്ല മെഷീൻ ഉണ്ട് അപ്പച്ചാ, ഈ കിട്ടുന്ന കോയിൻസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നോട്ട് ഇട്ട് കൊടുത്താലും അടുക്കി മാറ്റി തരും അപ്പച്ചാന്ന്. അതനുസരിച്ച് പുള്ളിക്കാരൻ ആ മെഷീൻ ഓർഡർ കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇപ്പൊ ഓൾറെഡി 5 മെഷീൻ ഉണ്ട്, ഇനിയും വേണം മെഷീൻ. കാരണം ഇവർക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്, സഭകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഭകൾ വളരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ അടിച്ചടിച്ച് താഴ്ത്തിട്ടിട്ട് ഇങ്ങനെ വളരുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരെ അടിച്ച് താഴെയിടും. നിങ്ങൾ എത്രയൊക്കെ അടിച്ച് താഴെയിടാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, ഇനി ഞാൻ തിന്നാലും എന്നെക്കാട്ടിലും ഊർജ്ജസ്വലരായിട്ടുള്ള ആൾക്കാരെ എഴുന്നേറ്റ് തന്നെ വരും. ഞാൻ തളരത്തില്ല. ഞാൻ ഇനി അടുത്ത ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഇട്ട് തരും. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ പറയുന്ന ബദേൽ AGക്കാരെ നിങ്ങൾക്ക് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായിട്ട് തന്നതാണ്. 2-3 ദിവസമായി തന്നിട്ട്. നിങ്ങൾ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല. ഓക്കെ, നിങ്ങൾ തന്നിട്ടേ ഇല്ല. അതിന് റിപ്ലൈ തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്ര കടുപ്പിച്ചൊന്നും പറയത്തില്ലായിരുന്നു. പക്ഷേ ഇതുവരെ നിങ്ങൾ ആ മെസ്സേജ് തരാത്തത് കൊണ്ട് തന്നെ ബദേൽ അല്ല, ഏത് പുണ്യാളനായാലും ഇനി കിട്ടേണ്ടത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബാക്കപ്പ് ചാനൽ പ്രത്യേകം വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരാവുന്നതാണ്. അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഏത് സമയമാണെങ്കിലും ഈ ചാനൽ പോയാൽ ഞാൻ അതിൽ തുടരും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ ജനങ്ങളോട് പറയുന്നത് ഒരു വാക്കും ഇവർ പ്രവർത്തിക്കുന്നത് വേറൊരു വാക്കുമാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ കൃത്യമായില്ലേ? അതായത് ദൈവത്തെക്കാൾ എന്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നോ അതെല്ലാം വിഗ്രഹാരാധനപ്പെടുമെന്ന്. ഇവന്മാർ നോട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ദശാംശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് കാറ്, ബസ്, നല്ല വീട് എല്ലാം വേണം. പക്ഷെ
വിശ്വാസികളുടെ മുമ്പിൽ വന്നിട്ട് വിശ്വാസികളോട് പറയുന്നത് വേറൊരു കാര്യം. അവർക്ക് മാത്രം ഒന്നും പാകരുത്, ഇവർക്ക് മാത്രം എല്ലാം വേണം, എല്ലാം വേണം. പുള്ളി തന്നെ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ഒന്നിനും ഒരു കേടില്ല, എല്ലാം എനിക്ക് ഉണ്ട്. നിങ്ങൾക്കാണ് കേട് മൊത്തം. ആർക്ക്? വിശ്വാസികൾക്ക്. എന്തിന്റെ കേടാണെന്നറിയാമോ? ഇവന്മാരെയൊക്കെ വിശ്വസിക്കുന്നത്. അതാണ് നിങ്ങളുടെ കേട്. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അത് തന്നെയാണ്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വെട്ടിക്കെട്ടുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും